ബീഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ അലയൊളികൾ കേരളത്തിൽ കോൺഗ്രസിനെ പിടിച്ചു കുലുക്കുന്നുണ്ട്. ആദ്യ വെടിപൊട്ടിച്ച ശശി തരൂരിന് പിന്നിൽ ചില നേതാക്കളും കൈകോർത്തതോടെ കോൺഗ്രസ് ഒളിക്കാൻ മാളങ്ങൾ തേടുകയാണ്. തന്നെ ബീഹാറിൽ പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന തരൂരിന്റെ തുറന്നു പറച്ചിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകളെയും വിജയിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ നേതൃത്വം കാണിക്കുന്ന വീഴ്ചകളെയും വീണ്ടും വലുതാക്കിയിരിക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂടുന്നത്. ബീഹാർ ഫലം നിരാശാജനകമാണ് എന്നും പാർട്ടിയുടെ തന്ത്രപരവും ആശയപരവും സംഘടനാപരവുമായ പരാജയങ്ങൾ ഗൗരവമായ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും തരൂർ ആവശ്യപ്പെടുന്നുണ്ട്. സമീപകാലത്തായി കോൺഗ്രസിന്റെ നയങ്ങളെയും പ്രവർത്തന രീതികളെയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച പ്രധാന വിമർശനങ്ങളുടെ തുടർച്ചയാണ് ബീഹാറിനെ കനത്ത തോൽവിക്ക് പിന്നാലെയുണ്ടായ പ്രതികരണമെന്നും പറയേണ്ടി വരും. എന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ല, അതുകൊണ്ട് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് കൂടുതൽ പറയാനില്ല. പ്രചരണത്തിൽ നേരിട്ട് പങ്കാളിയായവർ കാരണങ്ങൾ വിശദീകരിക്കണം എന്ന് തരൂർ പറയുമ്പോൾ ഒളിയമ്പ് നേരെ കെ.സി. വേണുഗോപാലിനെ തേടിയാണ് എത്തുന്നത്. കേരളം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന ഈ സാഹചര്യത്തിൽ തരൂരിനെ പോലെ മുതിർന്ന നേതാവ് ഇത്തരമൊരു ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ജനസമക്ഷത്തിൽ ക്ഷീണം തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. വിജയം ലക്ഷ്യമിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് പകരം പാർട്ടിയിലെ ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നതിന്റെ സൂചനയായി ഇതിനെ വിലയിരുത്തപ്പെടാം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേരിട്ട് പങ്കാളിയായവരും ഏകോപനത്തിന് ചുമതല വഹിച്ചവരും തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കണമെന്ന ശശി തരൂരിന്റെ പ്രസ്താവന ഉന്നവെക്കുന്നതാണ് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല എന്ന് വ്യക്തമാക്കുന്നതോടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഒളിയമ്പ് കെ.സിയിലേക്ക് വരുന്നത്. സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ സംഘടനാപരമായ കാര്യങ്ങളിലും നിർണായക സ്വാധീനമായി നിലകൊണ്ട് കേരളത്തിൽ നിന്നുള്ള പ്രധാന നേതാവായ കെ.സി. വേണുഗോപാലാണ് ബീഹാറിൽ കോൺഗ്രസിനെ നയിച്ചതെന്ന് കാണാം. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയ വോട്ടർ അധികാർ യാത്ര കടന്നുപോയ 23 ജില്ലകളിലും കോൺഗ്രസിന് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടിയ സ്ഥാനത്ത് മത്സരിച്ച 61 സീറ്റിൽ കേവലം 6 മാത്രമാണ് പാർട്ടിക്ക് വിജയിക്കാനായത്. സെപ്റ്റംബർ 1 വോട്ട് അധികാർ യാത്ര പട്നയിൽ അവസാനിച്ചതിനു പിന്നാലെ രാഹുൽ വിദേശ യാത്രയ്ക്ക് പോയി. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് സജീവമായത്. ഈ കാലയളവിനിടെ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അലയൊളികൾ ഇല്ലാതാകാൻ ഇത് കാരണമായതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് അംഗമായിട്ടും തരൂരിനെ ബീഹാറിലേക്ക് അടുപ്പിക്കാതെ മുൻനിര നേതാക്കൾ വിമുഖത കാണിച്ചതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതായി വിമർശനമുയരുന്നുണ്ട്. സംഘടനയുടെ ചുമതല വഹിച്ച കെ.സിയുടെ കഴിവുകേടിലേക്കാണ് പലരും കൈചൂണ്ടുന്നത്. അക്കൂട്ടത്തിലെ പ്രമുഖനാണ് തരൂർ എന്നും പറയാം. വേണുഗോപാൽ സംഘടനയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം പാർട്ടിയിലെ പ്രമുഖരും വിവിധ വിഭാഗങ്ങളിൽ സ്വാധീനമുള്ളവരുമായ നിരവധി നേതാക്കൾ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയെന്ന ആരോപണങ്ങളും ഇതിനോടകം വ്യാപകമാണ്. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി തരൂർ അടുത്തിടെ ഉയർത്തിക്കാട്ടിയത് കുടുംബവാഴ്ച രാഷ്ട്രീയമാണ്. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിലെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് അടിത്തറ ഇടുന്നതാണെന്നായിരുന്നു തരൂരിന്റെ വിമർശനമെന്നും പറയേണ്ടി വരും.